Theory of Consumer Behaviour Part 2 Indifference Curve Approach. Indifference Curve Approach. To compare the utilities, we use different type of approaches like the Cardinal utility approach and the Ordinal utility approach. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചും റിവീൽ പ്രിഫറൻസ് തിയറിയും ഒക്കെ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ അക്കോർഡിംഗ് ടു ദ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, യൂട്ടിലിറ്റി കാൺ ബി മെഷേർഡ്. യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, മറിച്ച് കൺസ്യൂമേഴ്സിന് അവരുടെ പ്രിഫറൻസസ് ഓർഡർ ചെയ്യാൻ അല്ലെങ്കിൽ റാങ്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് എന്താണെന്ന് നോക്കാം. അതിൽ തന്നെ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് നോക്കാം. An indifference curve shows the combinations of two goods in various quantities that provide equal satisfaction to an individual. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ കാണിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷനാണ്. ആൻഡ് അലോങ് ദ കർവ്, ഈ ഒരു കർവിൽ ദ കൺസ്യൂമർ ഹാസ് എൻ ഈക്വൽ പ്രിഫറൻസ് ഫോർ ദ വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സ് ഹി ഹാസ്. ഈ ഒരു ഇൻഡിഫറൻസ് കർവിലെ എല്ലാ കോമ്പിനേഷൻസും കൺസ്യൂമറിന് ഈക്വൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ എല്ലാം ഈക്വലി പ്രിഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെൻസ് ദ നെയിം ഇൻഡിഫറൻസ് കർവ്. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് എന്നുള്ളൊരു പേര് അതിന് വന്നേക്കുന്നത്. ഇൻഡിഫറൻസ് കർവ് ഇസ് ഓൾസോ നോൺ ആസ് ഐസോ യൂട്ടിലിറ്റി കർവ് ഓർ ദ ഈക്വൽ യൂട്ടിലിറ്റി കർവ്. താഴത്തെ ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്ന ഒരു കൺസ്യൂമറിൻ്റെ ഇൻഡിഫറൻസ് കർവ് ആണ്. അപ്പം ഇതിലുള്ള എല്ലാ കോമ്പിനേഷൻസും ഗീവ്സ് ഹിം ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത് ഗുഡ് എക്സിൻ്റെയും ഗുഡ് വൈൻ്റെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ്, ലൈക്ക് എ ബി സി ഡി. അപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ കൺസ്യൂമർ 12 യൂണിറ്റ്സ് ഓഫ് ഗുഡ് വൈയും അതുപോലെ 1 യൂണിറ്റ് ഓഫ് ഗുഡ് എക്സുമാണ് കൺസ്യൂം ചെയ്യുന്നത്. അതുപോലെ പോയിന്റ് ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 6 യൂണിറ്റ്സ് ഓഫ് വൈ ആൻഡ് 2 യൂണിറ്റ്സ് ഓഫ് ഗുഡ് എക്സ്. പോയിന്റ് സി ഇസ് എ കോമ്പിനേഷൻ ഓഫ് 4 യൂണിറ്റ്സ് ഓഫ് വൈ ആൻഡ് 3 യൂണിറ്റ്സ് ഓഫ് ഗുഡ് എക്സ്. അപ്പോൾ ഈ പോയിന്റ്സിനെ എല്ലാം കൂടി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡിഫറൻസ് കർവ് കിട്ടും. ഇൻഡിഫറൻസ് കർവിൻ്റെ ഈ പല കോമ്പിനേഷൻസിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഓൾ ഗീവ് ദ കൺസ്യൂമർ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി. ഈ പോയിന്റ്സിലെല്ലാം കൺസ്യൂമറിന് കിട്ടുന്നത് ഒരേ യൂട്ടിലിറ്റിയാണ്. Assumptions of indifference curve approach. First one, rationality. The consumer is assumed to be rational. Second one, utility is ordinal. ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് അനുസരിച്ച് ഒരു കൺസ്യൂമറിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല, മറിച്ച് ഹി ക്യാൻ എക്സ്പ്രസ് ഹിസ് പ്രിഫറൻസസ് ഫോർ ദ വേരിയസ് കമോഡിറ്റീസ് ബൈ റാങ്കിങ് ദം. റാങ്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസുകൾ കാണിക്കാം. ഓൺലി ഓർഡിനൽ മെഷർമെൻറ്റ് ഇസ് റിക്വയർഡ്. ഇവിടെ ഓർഡിനൽ മെഷർമെൻറ്റ് മാത്രമാണ് പോസിബിൾ ആകുന്നത്, കാർഡിനലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസംപ്ഷൻ ഇസ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആദ്യം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറയാം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ MRS ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് ദ കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വൺ കമോഡിറ്റി ഫോർ ദ അതർ. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദ പോയിന്റ് എ. പോയിന്റ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 7 യൂണിറ്റ്സ് ഓഫ് ഗുഡ് വൈ ആൻഡ് 1 യൂണിറ്റ് ഓഫ് ഗുഡ് എക്സ്. ആൻഡ് ഇഫ് ദ കൺസ്യൂമർ വാണ്ട്സ് ടു ഇൻക്രീസ് ഹിസ് കൺസംഷൻ ഓഫ് ഗുഡ് എക്സ്, അതായത് 2 യൂണിറ്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, ഗുഡ് എക്സിൻ്റെ കൺസംഷൻ 2 യൂണിറ്റ് ആയിട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൺസ്യൂമറിന് ഗുഡ് വൈയുടെ കൺസംഷൻ 7-ൽ നിന്ന് 4-ലേക്ക് കുറച്ചേ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ കുറച്ച് കഴിഞ്ഞാലും ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആ പോയിന്റ് എയിലെയും പോയിന്റ് ബിയിലെയും യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. അതായത് നമ്മളിവിടെ കണ്ടു, 1 യൂണിറ്റും കൂടെ എക്സിൻ്റെ 1 യൂണിറ്റും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ദ കൺസ്യൂമർ ഇസ് റെഡി ടു ഗീവ് അപ്പ് 3 യൂണിറ്റ്സ് ഓഫ് വൈ. We can write this as the marginal rate of substitution of good x for good y, that is MRS of xy is equal to delta y divided by delta x, which is the slope of the indifference curve. അത് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് ആണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിരുന്നത് എന്താണ്? സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്. ഇനി പോയിന്റ് സിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 3 യൂണിറ്റ്സ് ഓഫ് എക്സ് ആൻഡ് 2 യൂണിറ്റ്സ് ഓഫ് വൈ. അതായത് കൺസ്യൂമർ ഇപ്പോൾ 1 യൂണിറ്റ് ഓഫ് എക്സും കൂടെ അവിടെ കൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ എത്ര യൂണിറ്റ്സ് ഓഫ് വൈ ആണ് അവിടെ സാക്രിഫൈസ് ചെയ്തത്? വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് 2 യൂണിറ്റ്സ് ഓഫ് വൈ സാക്രിഫൈസ് ചെയ്തിട്ട് 1 യൂണിറ്റും കൂടെ അഡീഷണൽ ആയിട്ട്
എക്സ് കൺസ്യൂം ചെയ്തു. ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? നേരത്തെ എത്ര യൂണിറ്റ്സ് വൈ ആണ് സാക്രിഫൈസ് ചെയ്തത്? 3 യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്തു. പക്ഷേ താഴേക്ക് വരുമ്പോൾ ആസ് വി മൂവ് ഡൗൺ ദ ഇൻഡിഫറൻസ് കർവ്, ഈ ഒരു സാക്രിഫൈസ്, അതായത് എത്ര യൂണിറ്റ്സ് ആണോ സാക്രിഫൈസ് ചെയ്യുന്നത് അതിൻ്റെ അളവ് കുറഞ്ഞു വരും. അതായത് when the consumer has more and more units of good X, he is prepared to give up less and less of Y. ഇതിനെയാണ് നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Because of the diminishing marginal rate of substitution, the indifference curves are convex to the origin. ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവുകൾ എപ്പോഴും കോൺവെക്സ് ടു ദ ഒറിജിൻ ആകുന്നത്. Next assumption, the total utility of the consumer depends on the quantities of the commodities consumed. Utility is equal to function of Q1, Q2 to Qn. Next assumption is consistency and transitivity of choice. The consistency assumption may be symbolically written as if A is preferred to B, then B cannot be preferred to A. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നത് രണ്ട് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു സിറ്റുവേഷനിൽ എ പ്രിഫർ ചെയ്തു, അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും ബി പ്രിഫർ ചെയ്യാൻ പാടില്ല. അതുപോലെ ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് എ is preferred to B and B is preferred to C, then A should be preferred to C. Consumers equilibrium using the indifference curve analysis. So the basic tools used here are the indifference curves and their slope, MRS, marginal rate of substitution, and the budget line. അപ്പോൾ ഈ രണ്ട് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഇൻഡിഫറൻസ് കർവ് എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസ് ദറ്റ് ഗീവ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. നമുക്ക് സിംബോളിക്കലി അതിനെ യൂസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് x1 to xn എന്ന് എഴുതാം. ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിതിനെ x1 to xn ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഇട്ട് കെ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഒരു കൺസ്യൂമറിൻ്റെ പ്രിഫറൻസുകളെ റാങ്ക് ചെയ്യുന്ന എല്ലാ ഇൻഡിഫറൻസ് കർവുകളെയും നമുക്ക് ഒരുമിച്ച് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു ഇൻഡിഫറൻസ് മാപ്പിലുള്ള ഹയർ പൊസിഷനിലുള്ളൊരു ഇൻഡിഫറൻസ് കർവ് നമുക്ക് ഹയർ യൂട്ടിലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോവർ ഇൻഡിഫറൻസ് കർവ് ആണെങ്കിൽ ലോവർ യൂട്ടിലിറ്റി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. And combinations of goods situated on an indifference curve yield the same utility. ഒരു ഇൻഡിഫറൻസ് കർവിൽ തന്നെയുള്ള പിന്നെ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ് ആണെങ്കിൽ നമുക്ക് സെയിം എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇൻഡിഫറൻസ് കർവും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് മാപ്പും കാണിച്ചിട്ടുണ്ട്. അപ്പം രണ്ട് കമ്മോഡിറ്റീസ് എക്സ് ആൻഡ് വൈ ആണ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കാണിച്ചേക്കുന്നത്. ഇവിടുത്തെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ദ കമ്മോഡിറ്റീസ് എക്സ് ആൻഡ് വൈ ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടു വൺ അനദർ. പക്ഷേ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ല, ഈ രണ്ട് കമ്മോഡിറ്റീസും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ മാത്രമേ നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ കമ്മോഡിറ്റി ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടു അനദർ കമ്മോഡിറ്റി, അതിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. ഇനി കൺസ്യൂമറിൻ്റെ പ്രിഫറൻസുകളെ കാണിക്കുന്ന IC കർവിനെ എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കാണിച്ചാൽ അതിനെ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് പറയുന്നത്. Now we can see the relationship between marginal rate of substitution and the marginal utilities of the commodities involved in the utility function. നമ്മുടെ യൂട്ടിലിറ്റി ഫംഗ്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കമ്മോഡിറ്റീസിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റീസും അതുപോലെ തന്നെ MRSും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തേക്കുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് x for y is equal to mu of x divided by mu of y, or marginal rate of substitution of y for x is equal to marginal utility of y divided by marginal utility of x. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. We are going to prove that MRS of x for y is equal to marginal utility of x divided by marginal utility of y, or MRS of y for x is equal to marginal utility of y divided by marginal utility of x. നമുക്കറിയാം, ഒരു കർവിൻ്റെ പെർട്ടിക്കുലർ പോയിന്റിൽ സ്ലോപ്പ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ടാൻജൻറ്റ് വരച്ചിട്ട് അതിൻ്റെ സ്ലോപ്പ് മെഷർ ചെയ്യൽ മതിയാവും. ഇനി നമുക്ക് ഒരു ടാൻജൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ടോട്ടൽ ഡിഫറൻഷ്യൽ ആണ്. ടോട്ടൽ ഡിഫറൻഷ്യൽ എന്താണ് കാണിക്കുന്നത്? ദ ടോട്ടൽ ചേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ആസ് ഇറ്റ്സ് ഡിറ്റർമിനൻസ് ചേഞ്ച്. അതായത് ഇപ്പം നമ്മളൊരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ കാണിച്ചേക്കാണ് ഇവിടെ u is equal to ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അതായത്
യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കമോഡിറ്റീസിൻ്റെ യൂട്ടിലിറ്റീസ് എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടുന്നത്. അതുകൊണ്ടാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷനെ നമ്മൾ രണ്ട് കമോഡിറ്റിയുടെ കേസിൽ യു ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് എഴുതിയേക്കുന്നത്. ഇനി ഇൻഡിഫറൻസ് കർവിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, യു ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇറ്റ് ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് നമ്മളിവിടെ കാണിച്ചേക്കുവാണ്. ആൻഡ് ഈ ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. ഡി യു ഇസ് ഈക്വൽ ടു ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ്. അതായത് ഈ ഒരു എക്സ്പ്രഷൻ വഴി പറയുന്നത് ഇതാണ്: ദ ടോട്ടൽ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ആസ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ബോത്ത് കമ്മോഡിറ്റീസ് ചേഞ്ച്. രണ്ട് കമ്മോഡിറ്റീസിൻ്റെയും ക്വാണ്ടിറ്റീസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാണ് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്നത്, അതാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ വഴി എഴുതിയേക്കുന്നത്. ഇനി ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ആണ്. ആദ്യത്തെ പാർട്ട് കണ്ടില്ലേ, ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്നാണ്. അതിൽ ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ആണ്. എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ? ദ അഡീഷണൽ യൂട്ടിലിറ്റി ഗെയിൻഡ് ബൈ കൺസ്യൂമിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി വൈ. നമ്മൾ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ഒരു അഡീഷണൽ യൂണിറ്റും കൂടി കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ചാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ഒരു അഡീഷണൽ യൂണിറ്റും കൂടി കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന വ്യത്യാസമാണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ദെൻ ഡി വൈ ഷോസ് എ ചേഞ്ച് ഇൻ വൈ ആൻഡ് ഡി എക്സ് ഷോസ് എ ചേഞ്ച് ഇൻ എക്സ്. നൗ സി, ഡോ യു ബൈ ഡോ വൈന് പകരം നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ എന്ന് എഴുതി, ഇൻറ്റു ഡി വൈ എന്ന് തന്നെ എഴുതി, പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ ഒരു എക്സ്പ്രഷനിൽ എന്താണ് കാണിക്കുന്നത്? ദ ടോട്ടൽ ചേഞ്ച് ഇൻ യു കോസ്ഡ് ബൈ ചേഞ്ച് ഇൻ വൈ ആൻഡ് എക്സ് അല്ലേ? ഇനി നമ്മളിപ്പോൾ എഴുതിയ എക്സ്പ്രഷന് ഇസ് ഈക്വൽ ടു 0 വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുക. എൻ്റെ കാര്യം, along any particular indifference curve the total differential is by definition equal to 0. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ഇൻറ്റു ഡി വൈ പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ആയി കഴിഞ്ഞു. സോ വി ക്യാൻ സേ ഫോർ എനി ഇൻഡിഫറൻസ് കർവ്, marginal rate of substitution of x for y is equal to marginal utility of x divided by marginal utility of y, or marginal rate of substitution of y for x is equal to marginal utility of y divided by marginal utility of x. Properties of indifference curves. First one, an indifference curve has a negative slope. This means that if the quantity of one commodity decreases, then the quantity of the other must increase if the consumer is to stay on the same level of satisfaction. Second one, the further away from the origin an indifference curve lies, the higher will be the utility. അതായത് ഒരു റാഷണൽ കൺസ്യൂമർ എപ്പോഴും ഹയർ ഇൻഡിഫറൻസ് കേഴ്സിലുള്ള ബണ്ടിൽ ഓഫ് ഗുഡ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. Third one, indifference curves do not intersect. If they did, the point of intersection would imply two different levels of satisfaction, which is impossible. നമ്മൾ പറയുന്നത് ഇൻഡിഫറൻസ് കർവിൽ കാണിക്കുന്ന പല കോമ്പിനേഷൻസും നമുക്ക് ഒരേ ലെവൽ ഓഫ് യൂട്ടിലിറ്റി ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആവും അത് കാണിക്കുക, വിച്ച് ഇസ് ഇമ്പോസിബിൾ. ഫോർത്ത് വൺ, the indifference curves are convex to the origin. This implies that the slope of an indifference curve decreases as we move along the curve from the left downwards to the right. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് കോൺവെക്സ് ആകാനുള്ള റീസൺ. നെക്സ്റ്റ് പ്രോപ്പർട്ടി, the commodities can substitute one another but are not perfect substitutes. അപ്പോൾ കമ്മോഡിറ്റീസും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, എന്നാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സും അല്ല. അപ്പോൾ കമ്മോഡിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇഫ് ദ കമ്മോഡിറ്റീസ് ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വാട്ട് വിൽ ഹാപ്പൻ? ദി ഇൻഡിഫറൻസ് കർവ് ബിക്കംസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. പക്ഷേ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. ഈ കോൺവെക്സിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഇൻഡിഫറൻസ് കർവ് ഹോൾഡ് ദ പ്രോപ്പർട്ടി ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ഇഫ് ദ കമ്മോഡിറ്റീസ് ആർ കോംപ്ലിമെൻറ്റ്സ്, the indifference curve
ടേക്സ് ദ ഷേപ്പ് ഓഫ് എ റൈറ്റ് ആംഗിൾ. ഇത് രണ്ടുമാണ് നമ്മൾ താഴത്തെ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് രണ്ട് കമ്മോഡിറ്റീസ് എങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് ഇൻഡിഫറൻസ് കർവ് കിട്ടുക. ആൻഡ് ദിസ് ഇസ് എ കേസ് ഓഫ് മോണോമാനിയ. അപ്പോൾ ഈ മോണോമാനിയയുടെ കേസിൽ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു കോർണർ സൊല്യൂഷനാണ്. ദാറ്റ് ഈസ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദ കൺസ്യൂമർ സ്പെൻഡ്സ് ഓൾ ഹിസ് ഇൻകം ഓൺ വൺ കമ്മോഡിറ്റി. കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഇൻകം ഒരു കമ്മോഡിറ്റിയിൽ മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ മോണോമാനിയ എന്ന് പറയുന്നത്. ആ ഒരു കേസാണ് നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചേക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിൽ ഇഫ് ദ കമ്മോഡിറ്റീസ് ആർ കോംപ്ലിമെൻറ്റ്സ് ദി ഇൻഡിഫറൻസ് കർവ് ടേക്സ് ദ ഷേപ്പ് ഓഫ് എ റൈറ്റ് ആംഗിൾ. കോംപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആയി പോവും. ആൻഡ് ഹിയർ ദ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ബ്രേക്സ് ഡൗൺ. കാരണം ഇവിടെ ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ദ കമ്മോഡിറ്റീസ്. പക്ഷേ ഇൻഡിഫറൻസ് കർവിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്, ഒരു ലിമിറ്റ് വരെ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണെന്നുള്ളത്. പക്ഷേ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ അവിടെ കോംപ്ലിമെൻ്ററി ഗുഡ്സിനെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഒരു കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രണ്ട് ടൂൾസാണ് ഇൻഡിഫറൻസ് കർവും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും. ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് ബഡ്ജറ്റ് ലൈനാണ്. ബഡ്ജറ്റ് ലൈൻ സിംപ്ലി മീൻസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻകം കൺസ്ട്രെയിൻറ്റ് ഓഫ് ദ കൺസ്യൂമർ. ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം കൺസ്ട്രെയിനിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ലൈനാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കൺസ്യൂമർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുക. പക്ഷേ ഈ ഒരു മാക്സിമൈസിങ് ബിഹേവിയറിനെ കൺസ്ട്രെയിൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വേരിയബിളാണ് അദ്ദേഹത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത്, ഇൻകം കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ താഴെ ഇവിടെ y ഈസ് ഈക്വൽ ടു PX/QX പ്ലസ് PY/QY എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം കൺസ്ട്രെയിൻ്റ് ആണ്. ഇൻ ദ കേസ് ഓഫ് ടു കമ്മോഡിറ്റീസ്, രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കേസാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. y ഈസ് ഈക്വൽ ടു PX/QX പ്ലസ് PY/QY. PX/QX എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ ദ കമ്മോഡിറ്റി എക്സ് ആണ്, അതായത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് എക്സ്. അതുപോലെ PY/QY എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ ദ കമ്മോഡിറ്റി വൈ ആണ്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി വൈ ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി വൈ കൺസ്യൂം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ഇൻകം കിട്ടും. അല്ലെങ്കിൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇൻകം കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഇൻകമാണ് അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ട് ഉള്ളത്. നൗ സി ദ ബിലോ ഫിഗർ. അവിടെ നമ്മൾ ബഡ്ജറ്റ് ലൈൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഗിവൻ ദി ഇൻകം ആൻഡ് പ്രൈസസ് ഓഫ് ദ കമ്മോഡിറ്റീസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി കൺസ്യൂം. ഇപ്പോൾ ഇൻകവും തന്നേക്കുവാണ്, കമ്മോഡിറ്റീസിൻ്റെ പ്രൈസും തന്നേക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. കാരണം ഇൻകം ഡിവൈഡഡ് ബൈ പ്രൈസ് ആണ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് എക്സ് അദ്ദേഹം ഒന്നും കൺസ്യൂം ചെയ്യുന്നില്ല. QX ഇസ് ഈക്വൽ ടു 0, അതായത് കൺസ്യൂമർ സ്പെൻഡ്സ് ഓൾ ഹിസ് ഇൻകം ഓൺ വൈ. അദ്ദേഹത്തിൻ്റെ ഇൻകം മൊത്തം വൈയിലാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എത്രയാണ് വൈ വാങ്ങിക്കാൻ പറ്റുന്നത്? വൈ ഡിവൈഡഡ് ബൈ PY ആയിരിക്കും. അതായത് ഇൻകം ഡിവൈഡഡ് ബൈ PY എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് വൈ ആണ്. ഇൻകം ഡിവൈഡഡ് ബൈ ദ പ്രൈസ് ഓഫ് വൈ ഗിവ്സ് എ ക്വാണ്ടിറ്റി ഓഫ് വൈ. അതുപോലെ ഇപ്പം വൈയുടെ വൈ എന്ന് പറയുന്ന ഗുഡിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും വൈ എന്ന് പറയുന്ന ഗുഡ് അദ്ദേഹം കൺസ്യൂം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹി സ്പെൻഡ്സ് ഓൾ ഹിസ് ഇൻകം ഓൺ എക്സിലായിരിക്കും ഫുള്ള് സ്പെൻഡ് ചെയ്യുന്നത്. സോ ദ കൺസ്യൂമർ ക്യാൻ ബൈ വൈ ഡിവൈഡഡ് ബൈ PX യൂണിറ്റ്സ് ഓഫ് എക്സ്. വൈ ഡിവൈഡഡ് ബൈ PX എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആണ്. ഇൻകം ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എക്സ് ഗീവ്സ് എ ക്വാണ്ടിറ്റി ഓഫ് എക്സ് കൺസ്യൂംഡ്. അപ്പം ഇതാണ് നമ്മൾ പോയിന്റ് എയിലും പോയിന്റ് ബിയിലും കാണിച്ചേക്കുന്നത്. ആൻഡ് ഇഫ് വി ജോയിൻ ദീസ് പോയിന്റ്സ് വിത്ത് എ ലൈൻ വി ക്യാൻ ഒബ്റ്റെയിൻ ദ ബഡ്ജറ്റ് ലൈൻ. അപ്പം ഈ രണ്ട് പോയിന്റ്സും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് ലൈൻ കിട്ടും. whose slope is the ratio of the prices of the two commodities. അതാണ് നമ്മളിവിടെ OA ഡിവൈഡഡ് ബൈ OB ഇസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ PY ഡിവൈഡഡ് ബൈ y ഡിവൈഡഡ് ബൈ PX ഇസ് ഈക്വൽ ടു PX ഡിവൈഡഡ് ബൈ PY എന്ന് പറഞ്ഞ എക്സ്പ്രഷനിൽ കാണിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഇസ് ഈക്വൽ ടു PX ഡിവൈഡഡ് ബൈ PY. ഇനി നമുക്കതിനെ മാത്തമാറ്റിക്കലി ഒന്ന് സ്റ്റേറ്റ് ചെയ്യാം. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഇസ് എ ഡെറിവേറ്റീവ് ഡോ QY ഡിവൈഡഡ് ബൈ ഡോ QX ഇസ് ഈക്വൽ ടു PX ഡിവൈഡഡ് ബൈ PY. നൗ വി ക്യാൻ ഡിറൈവ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള രണ്ട് ടൂൾസ് ഇൻഡിഫറൻസ് കർവ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനാവശ്യമായിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നെസസറി കണ്ടീഷനാണ്, പക്ഷേ അത് സഫീഷ്യൻ്റ് അല്ല ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടിയിട്ട്. ഇറ്റ് ഇസ് നോട്ട് സഫീഷ്യൻറ്റ്. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷനും കൂടി ഉണ്ട്.
അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബി ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ കമ്മോഡിറ്റി പ്രൈസസ്. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ഫോർ വൈ ഇസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ. ഇത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ദിസ് ഷുഡ് ബി ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ പ്രൈസസ് ഓഫ് ദ ടു കമ്മോഡിറ്റീസ്, പി എക്സ് ഡിവൈഡഡ് ബൈ പി വൈ. അപ്പോൾ ഇതാണ് നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രം ഒരു കൺസ്യൂമർ ഒരിക്കലും ഇക്വിലിബ്രിയത്തിൽ എത്തില്ല. ഇനി ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷനും കൂടിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. ദ കണ്ടീഷൻ ഇസ് ദാറ്റ് ദ ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി കോൺവെക്സ് ടു ദ ഒറിജിൻ. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കണം. ഡിമിനിഷിങ് MRS എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്താൽ മാത്രമേ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് കോൺവെക്സ് ആവുള്ളൂ. ഡിമിനിഷിങ് MRS എന്ന് പറഞ്ഞാൽ ഇതാണ്, ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഡിക്രീസസ് ആസ് വി മൂവ് അലോങ് ദ കർവ് ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ്. Now see the graphical presentation of the equilibrium. Given the indifference map of the consumer and his budget line, the equilibrium is defined by the point of tangency of the budget line with the highest possible indifference curve. ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടി ടാൻജൻസിയിൽ വരുന്ന ആ ഒരു പോയിൻ്റാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം തീരുമാനിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇൻഡിഫറൻസ് കർവ് അല്ല, ബട്ട് ദ ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ്. ഒരു കൺസ്യൂമറിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവുമായിട്ട് വേണം ബഡ്ജറ്റ് ലൈൻ ടാൻജൻ്റ് ആകാൻ. ഈ ഒരു പോയിൻ്റ് ഓഫ് ടാൻജൻസിയിൽ ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ്, അതായത് Px divided by Py should be equal to the slope of the indifference curve, which is equal to mu x divided by mu y. അപ്പം ഈ ഒരു പോയിന്റിൻ്റെ പ്രത്യേകത ഇതാണ്, ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പും ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പും ഈക്വൽ ആയിരിക്കും. So the first order condition is denoted graphically by the point of tangency of the two relevant curves. And the second order condition is implied by the convex shape of the indifference curve. The consumer maximizes his utility by buying X star and Y star of the two commodities. ആ പോയിന്റ് ഓഫ് ടാൻജൻസി എവിടെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും വരയ്ക്കുക. അവിടെയാണ് നമുക്ക് കൺസ്യൂമറിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് എക്സും ക്വാണ്ടിറ്റി ഓഫ് വൈയും കിട്ടുന്നത്. ഈ രണ്ട് ക്വാണ്ടിറ്റീസും കൺസ്യൂം ചെയ്യുമ്പോഴാണ് കൺസ്യൂമർ അറ്റൈൻസ് ഹിസ് മാക്സിമം യൂട്ടിലിറ്റി, or the consumer is said to be in equilibrium.